വാട്സപ്പ് പണ്ടത്തെ വാട്സപ്പ് അല്ലട്ടോ. നമ്മളെ സുക്കർക്കൊക്കെ വാട്സപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഇഷ്ടംപോലെ നല്ല നല്ല ഫീച്ചറുകൾ ഇങ്ങനെ നമുക്ക് തന്നുകൊടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് വന്ന ഒരു അടിപൊളി ഫീച്ചറാണ്, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. അതിനെ കൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇത് സംഭവം എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കേണ്ട, വാട്സപ്പിന്റെ തീമാണ്, വാൾപേപ്പർ തീമും ഒക്കെയാണ്. നിങ്ങൾക്കറിയാം, വാട്സപ്പിൽ കുറച്ച് മുമ്പ് വന്നൊരു അപ്ഡേറ്റ് കൂടെ നമുക്ക് വാട്സപ്പ് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ആർക്ക് തീമിലേക്ക് മാറ്റാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ വീഡിയോ ചെയ്തിക്ക് അറിഞ്ഞുകൂടാത്തോല് സെറ്റിങ്സ് പോയിട്ട് ചാറ്റ് എടുത്താൽ തീമുണ്ട്, അവിടെ നിന്ന് മാറ്റാം. ഇങ്ങനെ മാറ്റുന്ന നേരം നമ്മളെ വാട്സപ്പ് ഫുള്ളായിട്ട് ഡാർക്ക് തീമിലേക്ക് മാറും. എന്നാൽ ഇപ്പോൾ നമുക്ക് ഓരോ ചാറ്റിനും ഓരോ വാൾപേപ്പർ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വൈഫിൻ്റെ കൂടി ചാറ്റ് ചെയ്യുന്ന നേരം വൈഫിൻ്റെ ഫോട്ടോ വെക്കാം, മക്കളോട് ചാറ്റ് ചെയ്യുന്ന നേരം മക്കളെ ഫോട്ടോ, അതുപോലെ ലവറിൻ്റെ കൂടെ ആവണ്ടേ ലവറിൻ്റെ ഫോട്ടോ, സുഹൃത്തിൻ്റെ കൂടെ ആവണ്ടേ സുഹൃത്തിൻ്റെ ഫോട്ടോ. ഓരോ ചാറ്റിനും ഓരോ ഫോട്ടോ. അതെങ്ങനെ വെക്കേണ്ടി, നിങ്ങൾക്ക് ഏത് ചാറ്റിലെ വാൾപേപ്പറാണോ മാറ്റേണ്ടി ആ ചാറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ മേലെ 3 കുത്ത് കാണാം. ആ കുത്തിലൊരു കുത്തു കൊടുത്താൽ ഇവിടെ വാൾപേപ്പർ കാണും. വാൾപേപ്പറിൽ ഒരു കുത്തു കൊടുക്കുക. ഇവിടെ എങ്ങനെയാ വരിക, ഇവിടെ ചേഞ്ച് എന്നുള്ള ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ബ്രൈറ്റ്, ഡാർക്ക്, സോളിഡ് കളർ, മൈ ഫോട്ടോസ്. ഇതിൽ ബ്രൈറ്റിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇഷ്ടംപോലെ നല്ല വാൾപേപ്പറുകളുണ്ട്. ആവശ്യമുള്ള നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെറ്റ് വാൾപേപ്പർ കൊടുത്താൽ മതി. അതുപോലെ തന്നെ സോളിഡ് കളറിലും ഡാർക്കിലും ഒക്കെ ഇഷ്ടംപോലെ വാൾപേപ്പറുകളുണ്ട്, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ എടുക്കേണ്ടതുണ്ടെങ്കിൽ മൈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. നമ്മളെ റീസെന്റ് ഫോട്ടോസ് ഒക്കെ ഇവിടെ കാണിക്കും. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഫോൾഡറിൽ നിന്ന് പ്രത്യേക ഫോട്ടോ സെലക്ട് ചെയ്യണമെങ്കിൽ 3 കുത്തിൽ, മേലുള്ള 3 കുത്തിൽ ഒരു കുത്തു കൊടുക്കുക. ഇവിടെ ഫോട്ടോസ് ഉണ്ട്, ഗ്യാലറി ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫോൾഡറിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ സെറ്റ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ചാറ്റിന് മാത്രം അത് മതിയോ, അല്ല ഫുള്ളായിട്ട് എല്ലാ ചാറ്റിനും ഈ ഫോട്ടോ വേണമെന്നുള്ള ഒരു 2 ഓപ്ഷൻ ഉണ്ടാവും. അതിലേതാ വേണ്ടി വെച്ചാൽ ടിക്ക് കൊടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെറ്റായി. പിന്നെ ഇവിടെ വാൾപേപ്പറിൻ്റെ ഡിമ്മിങ്, അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതും ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇത്രയും ചെയ്താൽ മതി, നമുക്ക് വാൾപേപ്പർ അവിടെ സെറ്റാവും. അടിപൊളിയിൽ നമുക്ക് ഇഷ്ടമുള്ള ചാറ്റിന് ഇഷ്ടമുള്ള വാൾപേപ്പർ കൊടുക്കാം. അപ്പം എങ്ങനെയുണ്ട് സംഭവം? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.